അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു യാത്രക്കിടയിലാണ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്തിരിക്കുന്ന ടൂറിങ് ആക്സസറീസ് എന്തൊക്കെയാണ്. ടൂറിങ് അല്ല, ഈ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാ ആക്സസറീസും എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ചെറിയ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ആക്സസറി എന്ന് പറഞ്ഞാൽ ഈ ഒരു ബോബോൻ്റെ ചാർജറാണ്. ചാർജർ പ്ലസ് മൊബൈൽ ഹോൾഡർ. ക്വിക്ക് ചാർജാണ്, ഇതിൽ കാണുന്ന പോലെ ക്വിക്ക് ചാർജാണ്. ഇതിൻ്റെ അടിയിലായിട്ടാണ് USB പോർട്ട് വരുന്നത്. അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഫൈബർ പ്ലാസ്റ്റിക് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല മെറ്റീരിയലാണ്. നമ്മളിത് തിരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല സ്മൂത്തായിട്ട് തുറന്നു വരും. നമുക്ക് സ്മാർട്ട് ഫോണിൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിൽ അതിരുന്നോളും. ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത്യാവശ്യം ഒരു റബ്ബർ കോട്ടിങ് പോലെ വരുന്നുണ്ട്. അപ്പം നമ്മളിത് ടൈറ്റാക്കി കഴിയുമ്പോൾ ആ ഗ്രിപ്പ് നല്ല രീതിയിൽ ഗ്രിപ്പ് കിട്ടും. ഓക്കെ, പിന്നീട് ഞാൻ ചെയ്ത ആക്സസറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിൻഷീൽഡ്. ഒരുപാട് പേര് ചോദിച്ചു, ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇത് മോജോന് കറക്റ്റായിട്ട് ഷൂട്ടാവുന്നുണ്ട്. ഇത് പൾസർ AS 200ൻ്റെ വിൻഷീൽഡാണ്. ഇത് ഫിറ്റ് ചെയ്യാൻ നേരത്ത് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ഈ ഒരു ഇത് കണ്ടല്ലോ അതിൽ ഡ്രില്ല് ചെയ്യരുത്. പകരം ഇതിൻ്റെ മാക്സിമം എഡ്ജിലേക്ക് വന്നിട്ട് ഡ്രില്ല് ചെയ്യുക. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സ്ക്രൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വിൻ പ്രൊട്ടക്ഷൻ കുറച്ചുകൂടി കുറയും. നമ്മുടെ ഫേസിലേക്ക് വരാൻ ചാൻസ് ഉണ്ട്. പകരം ഈ ഒരു രീതിയിൽ ഡ്രില്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും വിൻ പ്രൊട്ടക്ഷൻ. ഇതല്ല, ലുക്ക് വൈസ് ആണെങ്കിലും അത്യാവശ്യം നന്നായി ചേരുന്നുണ്ട് മോജോന്, ഒട്ടും മോശമല്ല. പിന്നീടുള്ളത് ഈ ഒരു ഫോഗ് ലാംപ്സ് ആണ്. ഇത് രണ്ടും മഹീന്ദ്രയുടെ തന്നെയാണ്. ഫോഗ് ലാമ്പും ഈ ഒരു മൗണ്ടും രണ്ടും മഹീന്ദ്രയുടെ തന്നെയാണ്. എനിക്ക് ഇരുട്ടിൽ അങ്ങനെ ഓടിക്കേണ്ട യൂസ് വന്നിട്ടില്ല, എന്നാലും അത്യാവശ്യം നല്ല മോശമില്ല. ആ ഒരു മീഡിയം ഇതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് ഹെഡ് ലാമ്പിന് അത്രയ്ക്കും വെളിച്ചം പോരാ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇരുട്ടത്തൊക്കെ നമുക്ക് പോകാൻ നേരത്ത് യൂസ്ഫുൾ ആവുമെന്ന് കരുതി വെച്ചതാണ് ഈ ഒരു ഫോഗ് ലാമ്പ് അല്ല ശരിക്കും, ഇതൊരു ബ്ലൂ ലൈറ്റാണ്. ഇത് ഞാനൊരു സെക്കൻഡ്സ് എടുത്തതാണ്. ഇതിൽ യെല്ലോ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അത് വൈറ്റ് ലൈറ്റാണ്. ബ്ലൂ അല്ല, വൈറ്റ് ലൈറ്റാണ്. അപ്പോൾ അത് ഒരു ഓക്സിലറി ലാമ്പിനെ പറയാൻ പറ്റും. പിന്നെ എല്ലാവരും കാണുന്ന പോലെ ഈ ക്രാഷ് ഗാർഡ്, ഇത് ആദ്യം ഞാൻ വെച്ചതാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ഇതും മഹീന്ദ്രയുടെ തന്നെ സ്റ്റോക്ക് ക്രാഷ് ഗാർഡാണ്. വേറെ ഇനിയിപ്പോൾ പുറകേക്ക് വരുമ്പം ഈ ഒരു ഐറ്റം കണ്ടല്ലോ, ഇത് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഈ ഒരു പാനിയർ മൗണ്ടും സാഡിൽ സ്റ്റേ ഉണ്ട് ഇതിൽ. പ്ലസ് 30 ലിറ്ററിൻ്റെ 2 അലൂമിനിയം ബോക്സസ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റമാണിത്. ഇത് കണ്ടല്ലോ, റിഫ്ലക്റ്റേഴ്സൊക്കെ ഞാൻ എക്സ്ട്രാ ഒട്ടിച്ചതാണ്, ഈ കാണുന്ന വൈറ്റും റെഡൊക്കെ. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ലാച്ച് വരുന്ന മോഡലാണ്. നിങ്ങൾക്ക് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ ഇൻസ്റ്റലേഷനും പ്രൈസും വേരിയൻസ് എന്തൊക്കെ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നല്ലതാണ്. നമുക്ക് ഒരുപാട് ലഗേജും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റും ഇതിൽ. പിന്നെ വരുന്ന മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടല്ലോ, മന്ത്ര റേസിങ്ങിൻ്റെ എയർ ഫിൽറ്ററാണ്. അകത്താണുള്ളത്, ടാങ്കിൻ്റെ അടിയിലായിട്ടാണ് എയർ ഫിൽറ്ററിൻ്റെ ഇത് വരുന്നത്. അതിനും ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ ചെറിയൊരു ഫീഡ്ബാക്ക് റിവ്യൂ പോലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയും ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഞാൻ മെയിനായിട്ട് മോജോയിൽ വരുത്തിയിട്ടുള്ള മാറ്റങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു അത്യാവശ്യം വേണ്ട എല്ലാ സെറ്റപ്പും ഇതിലിപ്പോൾ ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ കാര്യമായിട്ടൊന്നും വേറെ ചെയ്യാനില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ടയേഴ്സൊക്കെ ഇപ്പോഴും സ്റ്റോക്ക് തന്നെയാണ്. ഏകദേശം നമ്മുടെ പിറളി ഏഞ്ചൽ സീറ്റിയാണ്, ഒരു 12,000 കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, ഈ ഒരു സൈഡ് കുറച്ചധികം തേഞ്ഞിട്ടുണ്ട്. കണ്ടല്ലോ, ഈ സൈഡ് കുറച്ചധികം തേഞ്ഞിട്ടുണ്ട്. ഈ സൈഡ് കമ്പാരിറ്റീവ്ലി കുറവാണ് തേയ്മാനം. അത് നമ്മുടെ റോഡ് കണ്ടീഷനാണ്. റോഡ് വെള്ളം പോകാനുള്ള സ്ലോപ്പ് ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, ഇവിടെ റോഡ് കണ്ടില്ലേ, ഇങ്ങനെയാണ് സ്ലോപ്പ്. അപ്പോൾ എപ്പോഴും നമ്മൾ വണ്ടി ഓടുമ്പോൾ റൈറ്റ് സൈഡിൽ കോണ്ടാക്ട് പാച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഞാൻ റേഡിയേറ്റർ കാർഡൊന്നും വെച്ചിട്ടില്ല. അവൈലബിൾ ആണ് മോജോന്, പക്ഷേ ഞാൻ വെച്ചിട്ടില്ല. പിന്നീട് ഞാൻ പറയാൻ വിട്ടുപോയൊരു മെയിൻ കാര്യം,
ടയർ ഹഗ്ഗർ കണ്ടില്ലേ, മഹീന്ദ്രയുടെ. ഇതും മഹീന്ദ്രയുടെ തന്നെയാണ്. വണ്ടി മേടിക്കുമ്പോൾ ഇത് നമുക്ക് കിട്ടില്ല, പക്ഷേ ഇത് അഡീഷണൽ ചെയ്തതാണ് ഈ ടയർ ഹഗ്ഗർ. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവമാണിത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മോണോ ഷോക്കിലേക്കും അതേമാതിരി ഈ പില്ലിയൻ്റെ പുറകിലേക്കൊന്നും ഈ ഒരു ഹഗ്ഗർ ഉണ്ടെങ്കിൽ ചെളിയധികം അടിക്കില്ല. ഇവൻ ഇത് വെച്ചിട്ട് പോലും കണ്ടല്ലോ ഇപ്പം ഇവിടെ ചെറിയ രീതിയിൽ അഴുക്കായിട്ടുണ്ട്. ഇന്ന് മഴയുണ്ടായിരുന്നു, നല്ല മഴയായിരുന്നു രാവിലെ. മഴയത്ത് ഓടിക്കുമ്പോൾ ഈ ഒരു ടയർ ഹഗ്ഗർ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ തരും നമുക്ക്. ഓക്കെ, വേറെ ഇപ്പം എന്താ ഇതിൽ അത്രയൊക്കെ തന്നെ മെയിനായിട്ട് പറയാനുള്ളൂ. വേറെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും ഞാൻ വരുത്തിയിട്ടില്ല. ഈ നക്കിൾ ഗാർഡ്സ്, ഈ നക്കിൾ ഗാർഡ്സ് തൃശ്ശൂർ ബാൻഡിഡോസ് എന്ന് മേടിച്ചതാണ്. അത്യാവശ്യം പെയിൻറ്റ് വൈസ് ആണെങ്കിലും ഡിസൈൻ വൈസ് ആണെങ്കിലും കറക്റ്റായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട് മോജോന്. ഇത് ജസ്റ്റ് പ്ലാസ്റ്റിക് മാത്രമല്ല, നമുക്കിതിൽ ഈ ഒരു ഇതുണ്ടല്ലോ, ഈ ഒരു പീസ് മെറ്റലാണ്. ഈ ഒരു മെറ്റൽ പോർഷനാണ് വരുന്നത്. ഉള്ളിലൂടെ ഫുൾ കാണാൻ പറ്റും, അത്രയും ഫുൾ മെറ്റലാണ്. എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ സൈഡ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി മറിഞ്ഞു വീഴുക, അല്ലെങ്കിൽ എവിടെയും പോയി തട്ടുക എന്തെങ്കിലും ചെയ്താലും നമ്മുടെ ക്ലച്ചും ബ്രേക്ക് ലിവറിനും പ്രൊട്ടക്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെ കയ്യിനും. ഇങ്ങനെ പോയിട്ട് നമ്മൾ വല്ല ഓട്ടോയോ എന്തെങ്കിലും വന്ന് ഇടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഉള്ളിലൊരു മെറ്റൽ പ്രൊട്ടക്ഷനാണ്, കയ്യിനൊന്നും പറ്റില്ല. അപ്പോൾ അതും വളരെ നല്ലൊരു ഐറ്റമാണ്. ലുക്ക് വൈസും മോജോന് കറക്റ്റ് സൂട്ടാവുന്നുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. MX എന്നോ അങ്ങനെ എന്തോ ആണ് ഇതിൻ്റെ പേര്. 2 വേരിയൻസ് വരുന്നുണ്ട്. ഇൻഡിക്കേറ്റേഴ്സ് ഉള്ള ടൈപ്പും വരുന്നുണ്ട്, ഇല്ലാത്തതും വരുന്നുണ്ട്. ഇത് ഇൻഡിക്കേറ്റർ അല്ല, ഇത് ഞാൻ എക്സ്ട്രാ ഒട്ടിച്ച റിഫ്ലക്ടറാണ്, ഇരുട്ടത്തൊക്കെ നമുക്ക് കാണാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അതേപോലെ ഇവിടെ ഞാൻ ചെറിയ രീതിയിൽ റിഫ്ലക്ടർ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഒരു ചെറിയ വീഡിയോ ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഒരു ആക്സസറീസ് എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്തു എന്ന് കാണിക്കാനായിട്ട്. ജസ്റ്റ് മോജോ യൂസേഴ്സിനും വാങ്ങാൻ താല്പര്യമുള്ളവർക്കൊക്കെ ആവശ്യം വരുമെന്ന് കരുതി ഇപ്പോൾ ചെയ്യാണ്. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. വണ്ടി ഇപ്പോൾ ഏകദേശം 12,000 കഴിഞ്ഞു. എൻ്റെ ഇപ്പം ചെയിൻ സ്പ്രോക്കറ്റ്, ബ്രേക്ക് പാഡ്, ടയർ ഇത് 3ഉം മാറാൻ ആയിട്ടുണ്ട്. ടയർ ഇനിയും പോകും കുറച്ചുകൂടി. ചെയിൻ സ്പ്രോക്കറ്റും പിന്നെ ബ്രേക്ക് പാഡും കുറച്ചുകൂടിയും പോകും. ചെയിൻ സ്പ്രോക്കറ്റാണ് ഇപ്പോൾ ഏകദേശം മാറാനായിട്ടുള്ളത്. 12,000 സംതിങ് ആയിട്ടുണ്ട്. എന്നാലും ഇനിയും പോകും, കുറച്ചുകൂടി ഓടും. ഒരു 1000-1500 സുഖമായിട്ട് ഓടും. എങ്കിലും ഈ പറഞ്ഞ പോലെ വേറെ ടയറാണല്ലോ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള തേയ്മാനവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്രയൊക്കെ തന്നെ ഈ ചെറിയ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. ഇനിയിപ്പോൾ കാര്യമായിട്ട് ഇപ്പം എൻ്റെ ബാക്കിയുള്ള മോജോൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അതിലൊരുപാട് വീഡിയോസ് ഞാൻ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം മോജോനെ പറ്റി കാര്യമായിട്ട് ഇനിയൊന്നും ചെയ്യാനില്ലേ എന്ന് തോന്നുന്നുണ്ട്. കാരണം അത്രയും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ എനിക്ക് ഐഡിയ തോന്നിയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെയും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.